കയ്യിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. കാരണം മാത്രമല്ല, നിങ്ങളോട് ഭയങ്കര നിറഞ്ഞ സ്നേഹമാണുള്ളത്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ ഇത് മൂന്നും ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ വ്യക്തിയേക്കാൾ കുറച്ചും കൂടെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ള ആളായിരുന്നിരിക്കണം നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഭയങ്കര അയാൾ അർഹിക്കാത്തൊരു സ്നേഹം നിങ്ങൾ അവരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അയാളിൽ കുറേ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അവരോട് തോന്നിയ വല്ലാത്തൊരു അടിമത്തം അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ കാരണം, ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ് കാരണം നിങ്ങൾ അവരർഹിക്കുന്നതിൽ കൂടുതൽ പരിഗണന കൊടുത്തു, അവരർഹിക്കുന്നതിൽ കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചെലവാക്കി, അവരർഹിക്കുന്നതിൽ കൂടുതൽ പണം അവർക്ക് വേണ്ടി ചെലവാക്കി. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് അവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു മദർലി ആയിട്ടുള്ള ഒരു അഫെക്ഷൻ, ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ വളർത്തിക്കൊണ്ട് വരുന്നത് അതുപോലെയായിരിക്കും നിങ്ങൾ അവരെ നോക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുപാട് ഗ്രോ ചെയ്തതായിട്ട്, ഒരുപാട് വളർന്നതായിട്ട്, ചീത്ത ശീലങ്ങളെയൊക്കെ മാറ്റി നല്ല ശീലങ്ങളാക്കി മാറ്റിയത്, അവരുടെ നേരത്തെ കാണുന്ന ആ ഒരു ലുക്കൊക്കെ തന്നെ മാറിയിട്ടുണ്ടാവും അവരുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വന്നു ചേർന്നതിന് ശേഷം അവരിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അവർ ഇന്നേ ദിവസം ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് അവരെ കണ്ടിരുന്നതെന്നൊക്കെ അവരിന്ന് ആലോചിക്കുന്നുണ്ട്. ഇത് സെയിം തന്നെ മീനിങ് പറയുകയാണെങ്കിൽ അവർക്കുള്ളതെല്ലാം നൽകി നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹീലിംഗിന്റെ എനർജി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും അവരുടെ വേദനകളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ അവരെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അസുഖം വന്നപ്പോൾ കൂടെ ഇരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അവരെ ശാരീരികമായി ശുശ്രൂഷിച്ചിട്ടുണ്ടാവും. കൂടാതെ മാനസികമായി അവർ സമ്മർദ്ദപ്പെട്ട സമയത്തും നിങ്ങൾ അവരെ ഹീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സമയം അങ്ങോട്ട് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ അവരെ ഹീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഓർക്കുക, നിങ്ങൾക്കും ഹീലിംഗ് ആവശ്യമുണ്ട്, നിങ്ങളും ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ തനിച്ചിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടേതായിട്ടുണ്ട്. പക്ഷേ ആ വിഷമങ്ങളെല്ലാം മാറ്റിയത് നിങ്ങൾ ഒരുപക്ഷെ അയാളെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അപ്പോൾ ഹീലിംഗ് ആവശ്യമുണ്ടായിരുന്നു, നിങ്ങൾ ആ ഹീലിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനിയും ഹീൽ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് അയാൾക്കറിയാം. നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിരുന്നു, അതൊന്നും കരുതാതെ അയാൾക്ക് വേണ്ടി നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ക്വീൻ ഓഫ് കപ്സ് ആയിരുന്നു നിങ്ങൾ നോർക്കുമ്പോൾ അയാൾക്ക് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് തോന്നുന്നത്. നിങ്ങളോട് ഭയങ്കരമായ സ്നേഹം തോന്നുന്നു, ഭയങ്കരമായ സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ തൊട്ടടുത്ത നിമിഷം വിചാരിക്കായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. വളരെ സ്ട്രോങ് ആയ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് അയാൾ മൂവ് ഓൺ ചെയ്ത് പോയത്. ഓക്കെ,